വരൂ ഗൗഡർ. നമസ്കാരം. എന്റെ ഇളയ മകളുടെ കല്യാണം നേരത്തെ വരണം. തീർച്ചയായിട്ടും വരാം. ഗൗണ്ടറെ മകനൊരു ക്ഷണക്കത്ത് കൊടുത്തേക്ക്. കൊടുക്കാലോ. എന്താണ് പ്രസിഡന്റ്, നമ്മുടെ ഗവർണറിന്റെ ഇളയ മോളുടെ കല്യാണോ? നേരത്തെ വന്നേക്കണം. നോൺ വെജ് കഴിക്കുന്നതിന് പ്രത്യേകം പന്തിയുണ്ട്. സംഘത്തിലുള്ളവര് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് നാളായി കാണുമല്ലോ. അവരെയും വിളിച്ചോ? ഇപ്പൊ സന്തോഷായി. എനിക്ക് ഇപ്പോഴാ സന്തോഷമായത്. വരട്ടെ മോനെ. കഴിയുന്നില്ല അച്ഛാ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവളെക്കുറിച്ച് ഓർക്കുമ്പോ നെഞ്ചു പെടയ. ഞാൻ ഒരുപാട് തമാശകളൊക്കെ കാണിച്ചിട്ടുണ്ട്, പക്ഷെ അവളോടുള്ള സ്നേഹം ആത്മാർത്ഥമായിരുന്നു അച്ഛാ. എല്ലാ പെണ്ണുങ്ങളെയും പോലെ ഇവളും അവസാന നിമിഷത്തിൽ എന്നെ പറ്റിക്കുമെന്ന് ഞാൻ കരുതിയില്ല. പ്രേമെന്ന് വെച്ചാ ഇത്രക്കേ ഉള്ളൂ. അച്ഛൻ പറയുന്ന ആളെ കല്യാണം കഴിക്കാനാണെങ്കിൽ അവൾ എന്തിനാ എന്നെ സ്നേഹിച്ചത്? അവൾ എന്നെ സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും പെൺകുട്ടിയെ നോക്കുമായിരുന്നല്ലോ. എന്താന്നറിയില്ല അച്ഛാ, എനിക്ക് ഭാഗ്യമില്ലെന്ന് തോന്നുന്നു. കൊച്ചുനാളിലെ എൻ്റെ അമ്മ മരിച്ചു. ഇപ്പോ സ്നേഹിച്ച പെണ്ണും എന്നെ കൈവിട്ടു. ആ തെണ്ടി നാരായണൻ ഒരു കറമ്പിയെ കണ്ടപ്പോൾ അവളുടെ പുറകെ പോയി. ഞാൻ സ്നേഹിച്ചവരൊക്കെ എന്നെ ഉപേക്ഷിച്ചിട്ട് പോവാണല്ലോ. നാളെ അച്ഛനും എന്നെ ഉപേക്ഷിച്ചിട്ട് പോകുമല്ലോ. മോനെ വിട്ടുകളാ. അല്ല പിന്നെ നിന്നെ പോലെ ഒരു നല്ല ചെറുക്കനെ കിട്ടണമെങ്കിൽ അവള് തപസ്സിരിക്കണം. എന്താന്നറിയോ, അമ്മയുടെ സ്നേഹം കിട്ടാത്ത നീ അവളെ അമ്മയെ പോലെ സ്നേഹിച്ചേനെ. അവൾക്കാടാ ഭാഗ്യമില്ലാത്തത്. ഇന്ന മോനെ കാശ്, പോയി മരുന്ന് വാങ്ങിച്ച് കഴിക്കടാ. അച്ഛാ, മരുന്നടിച്ച് എന്നോട് ചാവാൻ പറയണോ? എടാ, ഞാൻ പറഞ്ഞത് കീടനാശിനി മേടിക്കാനല്ല, കീടം മേടിക്കാനാ. ആണാ, ഒരു കുപ്പി മരുന്നെടുത്തി. എനിക്കും വേണം ഒരു ബോട്ടില്. എന്തിനാണ് ഇങ്ങോട്ട് വന്ന്? നീ പറഞ്ഞോടാ, എന്ത് വേണേലും പറഞ്ഞു. വേണമെങ്കിൽ ചെരുപ്പൂരി തല്ലിക്കോ. നിന്നോട് കാണിച്ചതിനൊക്കെ എനിക്ക് ശിക്ഷ കിട്ടിയടാ. എന്താടാ നീ പറയുന്നേ? നീ അങ്ങോട്ട് നോക്ക്. അവൾ എന്നെ ഉപേക്ഷിച്ച് പോയതല്ലടാ എനിക്ക് വിഷമം. നീ അവന്റെ മോന്ത കണ്ടില്ലേ? എനിക്ക് അത് കാണുമ്പോഴാ. ഒന്നുമില്ലെങ്കിലും ഇവന്റെ കൂടെയുള്ള ആദ്യ രാത്രിയെ കുറിച്ച് അവൾ ആലോചിച്ചില്ലല്ലോ. പോട്ടെ വിടറാ, അവള് വലിയ കത്രീന കൈഫൊന്നും അല്ലല്ലോ. അവര് രണ്ടുപേരും തമ്മിൽ നല്ല ചേർച്ചയാ. അത് പോട്ടെ, നിനക്കെന്ത് പറ്റി? നിന്റെ പെണ്ണെവിടെ? ഇനി എത്ര വീട്ടിൽ വിളിക്കണം ചേച്ചി? ഒത്തിരി വീടുണ്ടോ? ഒന്നും മിണ്ടാതെ പറയൂ. മുത്തശ്ശി, എന്താ കുട്ടി? നാളെ എന്റെ കല്യാണത്തിന് വരണം കേട്ടോ. അപ്പൊ നാളെ രാത്രി നല്ല വിശേഷമായിരിക്കും. ശരി മുത്തശ്ശി. ചേച്ചി നാളെ കല്യാണം വരണം കേട്ടോ. തീർച്ചയായിട്ടും വരാം. ചേട്ടാ ചേട്ടാ, ചേച്ചി വരാൻ പറഞ്ഞു. നിന്റെ ചേച്ചി നല്ല സുന്ദരിയാണോ? അയ്യോ, എന്റെ ചേച്ചിയല്ല, ഐശ്വര്യ ചേച്ചിയാ. ഐശോ, ചന്തു, നോക്ക് ചന്തു, ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. 1 മണിക്ക് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരും. ഭഗവതിയുടെ അമ്പലത്തിൽ വെച്ച് ദൈവത്തെ സാക്ഷിയാക്കി നീ എന്റെ കഴുത്തിൽ താലി കെട്ടണം. എന്നിട്ട് ആരുടെയും കണ്ണിപ്പെടാതെ നമുക്ക് ഒരുമിച്ച് ബാംഗ്ലൂരിലേക്ക് പോവാം. അതെ, എത്ര സീരിയസ് ആയിട്ടാണ് ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നത്. നീ എന്താ ഇങ്ങനെ കല്ല് പോലെ നിൽക്കുന്ന? ഓഹോ, നീ എന്താ വിചാരിച്ചേ? അച്ഛന്റെ വാക്കേട്ട് ഞാൻ കല്യാണം കഴിച്ചു പോകും. അങ്ങനെ നിനക്ക് സൂചിച്ച് രക്ഷപ്പെടാന്നാണോ കരുതിയത്? അല്ലെങ്കിൽ എന്റെ അച്ഛന്റെ വെടിയേറ്റ് മരിക്കുന്നുള്ള പേടി കൊണ്ടാണോ? നോക്ക്, ഞങ്ങൾ സ്ത്രീകൾ സ്നേഹിക്കുന്ന പുരുഷന് മനസ്സും ശരീരവും മാത്രമല്ല കൊടുക്കുന്നത്, വേണ്ടി വന്ന ജീവനും കൊടുക്കും. ഹലോ 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 ഹലോ, കുറച്ചേരം ആണുങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞ് ചുമ്മാരുന്ന പെണ്ണുങ്ങൾ കയറി അങ്ങ് ഭരിക്കാൻ തുടങ്ങും. ആമ്പിള്ളേർ ഒരു പെണ്ണിനോട് ആദ്യം ഐ ലവ് യു പറയുന്നത് അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നതിന് സമമാണ്. എന്നെ നിനക്ക് വിശ്വാസമില്ലേ? ഇനിയെല്ലാം ഞാൻ നോക്കിക്കോളാം.